ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പുരാണങ്ങളിലെ തന്നെ ഏറ്റവും ഗംഭീരമായൊരു കഥയാണ്. അതായത് ദേവന്മാർക്ക്, അതെ ദേവന്മാർക്കു പോലും ഒരു രക്ഷകൻ വേണ്ടി വന്ന ഒരു സാഹചര്യം. ആ രക്ഷകന്റെ കഥ, സാക്ഷാൽ സ്കന്ദന്റെ കഥ. അപ്പോ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരെന്ന് നമ്മൾ കരുതുന്ന ദേവന്മാർക്ക് തന്നെ സഹായം വേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് നേരെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കിടക്കാം. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ദേവന്മാരൊക്കെ ആകെ പ്രതിസന്ധിയിലാണ്. ഒരു ഹീറോയുടെ എൻട്രി അത്യാവശ്യമായി മാറിയ ഒരു സാഹചര്യം. അവരുടെ ആ പീഡനത്തിന്റെ കഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ ഈ ഒരു വലിയ കോൺഫ്ലിക്റ്റിന്റെ, ഈ പ്രപഞ്ചയുദ്ധത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് രണ്ട് നേർവിപരീത ശക്തികളാണ്. ഒരു വശത്ത് നന്മയുടെയും പ്രകാശത്തിന്റെയും പ്രതീകമായ ദേവന്മാർ, മറുവശത്തോ തിന്മയുടെയും മായയുടെയുമൊക്കെ അധിപന്മാരായ അസുരന്മാർ. ഇനി ദേവന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയോ? ശൂരപത്മൻ എന്ന അസുര രാജാവ് അവരെ എല്ലാം തോൽപ്പിച്ച് ഭരിക്കുകയാണ്. വെറുതെ ഭരിക്കുകയല്ല, അവരെക്കൊണ്ട് വളരെ അപമാനകരമായ ജോലികളാണ് ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഒരു മീൻപിടുത്തക്കാരനായി പണിയെടുക്കുന്നു. കാറ്റിന്റെ ദേവനായ വായുവാണെങ്കിൽ തെരുവു തൂപ്പുകാരൻ. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ, ഇതിനൊരു അറുതി വരുത്താൻ ഒരു രക്ഷകൻ, ഒരു അവതാരം വന്നേ മതിയാവൂ എന്ന്. അപ്പോ ദേവന്മാരുടെ ഈ ഒരു കഷ്ടപ്പാടിന് ഒരു പരിഹാരം വേണമല്ലോ. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അസുരന്മാരെ നേരിടാൻ മാത്രം കഴിവുള്ള ശക്തനായൊരു രക്ഷകനു വേണ്ടി ദേവന്മാരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം വരുന്നത്. സ്കന്ദന്റെ ജനനം ഒട്ടും സാധാരണമായിരുന്നില്ല. അതൊരു അത്ഭുതമായിരുന്നു. ഒന്ന് ഓർത്തുനോക്കൂ. സാക്ഷാൽ പരമശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നുള്ള ദിവ്യമായ തീപ്പൊരികളിൽ നിന്നാണ് തുടക്കം. പിന്നെ ആ തീപ്പൊരികൾ അഗ്നി, വായു, ഗംഗാനദി, അവസാനം ശരവണപ്പൊയ്ക എന്ന പുൽക്കാട്, അങ്ങനെ പഞ്ചഭൂതങ്ങളിലൂടെയെല്ലാം കടന്നുപോയാണ് ആ കുഞ്ഞുങ്ങൾ രൂപം കൊള്ളുന്നത്. അവസാനം അമ്മയായ പാർവതീദേവി ആ 6 കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ഒന്നിച്ചെടുക്കുമ്പോൾ അവരെല്ലാം ചേർന്ന് ഒന്നായി മാറുന്നു. 6 മുഖങ്ങളുള്ള ഒരൊറ്റ രൂപം. ഇത് വെറുതെ ഒരു ജനനകഥയല്ല, ആ അവതാരത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. അങ്ങനെയാണ് 6 മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പേരിൽ സ്കന്ദനായി, കാർത്തികേയനായി ആ രക്ഷകൻ അവതരിക്കുന്നത്. അദ്ദേഹത്തിനൊരു നിയോഗമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? ദേവന്മാരുടെ സൈന്യത്തെ നയിച്ച് വിജയത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് തന്നെ. ശരി, അപ്പം നമ്മുടെ ഹീറോ എത്തി. ഇനി കഥയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഭാഗം. ആ പുതിയ യോദ്ധാവ് സ്കന്ദൻ എങ്ങനെയാണ് അന്ധകാരത്തിന്റെ ശക്തികളെ നേരിടുന്നത് എന്ന് നോക്കാം. ആ മഹാപ്രപഞ്ചയുദ്ധത്തിന്റെ കഥ. ഏതൊരു യോദ്ധാവിനും ഒരു പ്രധാന ആയുധം കാണുമല്ലോ. സ്കന്ദന്റെ കയ്യിലുള്ളത് വേലാണ്. പക്ഷേ ഇതൊരു സാധാരണ ആയുധം മാത്രമല്ല. പിതാവായ ശിവൻ തന്നെ നേരിട്ട് സമ്മാനിച്ച ഒന്നാണ്. അതുകൊണ്ടുതന്നെ അത് വെറും ശക്തിയുടെ മാത്രമല്ല, ദിവ്യമായ ജ്ഞാനത്തിന്റെ കൂടി പ്രതീകമാണ്. ഇവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കൂ. വേൽ എന്ന് പറയുന്നത് പൂർണ്ണമായ ഏകാഗ്രതയാണ്. അത് തുളച്ചു കയറുന്നത് അജ്ഞതയുടെ മറയെയാണ്. അതായത് ഈ വേൽ കൊണ്ട് സ്കന്ദൻ ഭേദിക്കുന്നത് ശത്രുവിനെ മാത്രമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അജ്ഞതയെയും അഹംഭാവത്തെയും കൂടിയാണ്. അത്രയ്ക്കും ആഴത്തിലുള്ള ഒരർത്ഥം അതിനുണ്ട്. അങ്ങനെ ആ ഫൈനൽ ബാറ്റിൽ തുടങ്ങി. സ്കന്ദനും ശൂരപത്മനും നേർക്കുനേർ. ശൂരപത്മൻ തന്റെ മായാശക്തിയെല്ലാം പുറത്തെടുത്തു. യുദ്ധക്കളത്തിലാകെ കൺഫ്യൂഷനുണ്ടാക്കി. അവസാനം സ്കന്ദനെ തകർക്കാൻ വേണ്ടി സ്വയം ഒരു ഭീമാകാരനായ മരമായി മാറി. അപ്പൊ സ്കന്ദൻ എന്തു ചെയ്തു? തന്റെ വേലെറിഞ്ഞ് ആ മരത്തെ നേരെ രണ്ടായി പിളർന്നു. പക്ഷേ ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. സ്കന്ദൻ ശൂരപത്മനെ അവിടെ വെച്ച് ഇല്ലാതാക്കിയില്ല, നശിപ്പിച്ചില്ല. അതെ, ശൂരപത്മൻ തോറ്റു. പ്രപഞ്ചം രക്ഷപ്പെട്ടു. പക്ഷെ ആ തോൽവി ഒരവസാനമായിരുന്നില്ല. അതൊരു പുതിയ തുടക്കമായിരുന്നു, ഒരു ട്രാൻസ്ഫോർമേഷനായിരുന്നു. ആ പിളർന്ന മരത്തിന്റെ 2 കഷ്ണങ്ങൾ എന്തായി മാറിയെന്നോ? ഒന്ന് സ്കന്ദന്റെ വാഹനമായ മയിലും, മറ്റേത് അദ്ദേഹത്തിന്റെ കുടിയടയാളമായ പൂവൻകോഴിയും. ശരിക്കും പറഞ്ഞാൽ തിന്മയുടെ ഊർജ്ജത്തെ നന്മയുടെ സേവനത്തിനായി മാറ്റിയെടുക്കുകയാണ് സ്കന്ദൻ ചെയ്തത്. എത്ര മനോഹരമായൊരാശയമാണല്ലേ? അപ്പോ ഈ വിജയമെന്ന് പറയുന്നത് വെറുമൊരു യുദ്ധം ജയിച്ച കഥ മാത്രമല്ല. അതിനപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങൾ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ പണ്ടെന്നോ നടന്ന ദേവന്മാരുടെയും അസുരന്മാരുടെയും ഒരു കഥയല്ലേ എന്ന്.
പക്ഷെ അതാണോ സത്യം? ഇത് വെറുമൊരു പുരാണകഥ മാത്രമാണോ? അല്ല, അതിലും എത്രയോ വലുതാണ് ഇതിലെ സന്ദേശം. ഈ കഥ ശരിക്കും ഒരു വലിയ രൂപകമാണ്. നമുക്ക് നോക്കാം, ഇതിലെ ദേവന്മാരാരാണ്? അത് നമ്മുടെ ഉള്ളിലെ ഉയർന്ന ദൈവീകമായ അംശമാണ്. അസുരന്മാരോ? അത് നമ്മുടെ ഉള്ളിലെ തന്നെ അഹംഭാവവും നെഗറ്റീവ് ചിന്തകളുമാണ്. കൂട്ടത്തിൽ ശൂരപത്മൻ നമ്മുടെ ഏറ്റവും വലിയ ഈഗോ അഥവാ അജ്ഞതയെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ സ്കന്ദന്റെ വിജയം എന്താണ്? അത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനം ഉപയോഗിച്ച് ഈഗോയെ കീഴടക്കുന്നതിന്റെ വിജയമാണ്. അതായത്, ചുരുക്കി പറഞ്ഞാൽ, പ്രപഞ്ചത്തിനു വേണ്ടി നടന്ന ആ വലിയ യുദ്ധം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ്. നന്മയും തിന്മയും തമ്മിൽ, ജ്ഞാനവും അഹംഭാവവും തമ്മിൽ നമ്മൾ ദിവസവും നടത്തുന്ന ആ പോരാട്ടത്തിന്റെ കഥയാണിത്. അപ്പോ ഈ കഥ അവസാനം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ യുദ്ധത്തിൽ നിങ്ങൾ എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ശൂരപത്മനെ, ആ വലിയ ഈഗോയെ നിങ്ങൾ എങ്ങനെയാണ് കീഴടക്കുക? ആ വിജയത്തിനു ശേഷം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരിക? ആ തോൽക്കുന്ന ഈഗോ ഒരു മയിലായി, ഭംഗിയുള്ള ഒന്നായി മാറുമോ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ വിവരണം അതിന് സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.